ഇന്നത്തെ എൻ്റെ ഫുഡാണ് കേട്ടോ. എന്താണെന്നറിയോ, ചോറുണ്ട്, സാമ്പാർ, ചൂര ഫ്രൈ ഉണ്ട് കേട്ടോ. ചൂരയാണത്, ചൂര ഫ്രൈ ആണ്. ഇത് നല്ല തേങ്ങ ചമ്മന്തിയാണ്. ഇതെന്താണ് അറിയാം, മഷ്റൂം ഫ്രൈ ആണ്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ വിട്ടു തരാം കേട്ടോ. നിങ്ങൾ മഷ്റൂം ഫ്രൈ ഉണ്ടാക്കാറുണ്ടോ? നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മസാലകളൊന്നും ഇല്ലാതെ ഫ്രൈ ആക്കിയിട്ട് കണ്ടോ, ഫ്രൈ ആക്കിയിട്ട് എടുത്തതാണ്. മഷ്റൂം ചില്ലി എന്ന് പറയുക, അതാണ് കേട്ടോ. ഇതിന് അടിപൊളി ടേസ്റ്റാണ്, കാണിക്കുക കേട്ടോ. കണ്ടോ, നല്ല രസമാണ് സംഭവം. ചോറിന് വേണ്ടത് നല്ല ചൂരയാണ്, ചൂര ഫ്രൈ ആണ് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ വേണമെങ്കിൽ ഇതിലേക്കൊരു പപ്പടമൊക്കെ ആവാം. ഞാൻ പപ്പടം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഒക്കെ ഓയിലി ആയിരിക്കൂലേ, അപ്പോൾ ഫ്രൈ ആണെങ്കിലും ഫിഷ് ഫ്രൈ ആണെങ്കിലും ചമ്മന്തി മാത്രമേ ഉള്ളൂ ഓയിലി അല്ലാത്തത്, സാമ്പാർ. അപ്പോൾ ഒക്കെ കൂടെ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്, പപ്പടമൊന്നും വേണ്ട. പപ്പടം കൊണ്ടാട്ടമൊക്കെ ഇരിക്കുന്നുണ്ട്, വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. എല്ലാ ദിവസവും സദ്യ പോലെ കഴിക്കണ്ടല്ലോ, ഇങ്ങനെയൊക്കെ കഴിക്കണ്ടേ ഓരോ ദിവസങ്ങളും. എനിക്കിപ്പോൾ ഈ സാമ്പാറിന് ഏറ്റവും ഇഷ്ടം ഉണക്കമീനാണ്. നല്ല അടവ് ഇരിക്കുന്നുണ്ട്, മാന്തളൊക്കെ ഉണ്ട്. ഞാൻ ഇതിങ്ങനെ ഫ്രീസറിൽ ഇരിക്കുമ്പോഴേ അതെടുത്തതാ. കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇന്ന് എന്താണ് ഭക്ഷണം എന്നറിയില്ല, അടിപൊളിയായിരിക്കും അല്ലേ. പുതിയ വർഷം ആരംഭിച്ചതല്ലേ, 2025 ജനുവരി 2 അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം നല്ല ഐശ്വര്യത്തിൻ്റെ വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ എന്നെ ഉൾപ്പെടുത്തട്ടെ, എന്നെ എൻ്റെ ഫാമിലിയൊക്കെ ഉൾപ്പെടുത്താൻ ഞാനും എല്ലാവരെയും ഉൾപ്പെടുത്തും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, വേറൊരു നല്ല വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.